പരിശുദ്ധമായ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽത്തെ കരുണയും മനോഹരവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രൊഫസർ ശിമാശ്, ശുശ്രൂഷകർ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് ദനഹാ പെരുന്നാളാണ്, എപ്പിഫാൻ. സഭയെ സംബന്ധിച്ച് 4 തരത്തിലുള്ള പെരുന്നാളുകളാണ് പ്രധാനമായിട്ടും ആചരിക്കുന്നത്. 4 categories of feasts. The first category is called pneumatological feast. റൂഹാനായ പെരുന്നാൾ, പെന്തിക്കോസ്തി പോലെയുള്ള പെരുന്നാൾ, പരിശുദ്ധ റൂഹായെ സംബന്ധിച്ചിട്ടുള്ള പെരുന്നാളുകൾ. രണ്ടാമതൊരു കാറ്റഗറി പെരുന്നാളുകളാണ് ക്രിസ്റ്റോളജിക്കൽ, ക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള പെരുന്നാളുകൾ. അതിനെ നമ്മൾ മാറാനായ പെരുന്നാളുകൾ എന്ന് വിളിക്കും. മൂന്നാമതായിട്ടുള്ള ഒരു കാറ്റഗറി പെരുന്നാൾ എന്ന് പറയുന്നത് എക്ലിസിയോളജിക്കൽ പെരുന്നാളുകൾ, ഈത്താനായ പെരുന്നാളുകൾ, ഹുദോഷിത്തോ, സഭ, ഈത്തോ, സഭ എന്ന വാക്കിന്റെ സുറിയാനി വാക്ക്. അപ്പം എക്ലിസിയോളജിക്കൽ, സഭാ സംബന്ധമായിട്ടുള്ള പെരുന്നാളുകളായിട്ട് നമ്മൾ ഹുദോഷിത്തോ തുടങ്ങിയ പെരുന്നാളുകൾ ആചരിക്കും. അതുപോലെ തന്നെ ദ ഫീസ്റ്റ് ഓഫ് സെയിൻറ്റ്സ്. ഇങ്ങനെ 4 കാറ്റഗറി പെരുന്നാളുകളാണ് നമ്മൾ ആചരിക്കുന്നത്. എപ്പിഫാൻ, ദനഹ പെരുന്നാൾ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്? എന്ത് തരം പെരുന്നാളാണ് ദനഹ പെരുന്നാൾ? മോറോനായ പെരുന്നാളുകൾ. മോറോ എന്നാൽ ലോർഡ്, മോറോ മീൻസ് ലോർഡ്, ഗോഡ്. ഡൊമിനിസിയോളജിക്കൽ പെരുന്നാളുകൾ. ഡൊമിനോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമിനോസ് അറിയാം, അല്ലേ? ഡൊമിനോ ലോർഡ്, ദൈവ സംബന്ധമായ, ദൈവത്തെ ലോർഡുമായിട്ട്, നമ്മുടെ ലോർഡ് ആരാണ്? ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ ലോർഡ്. സോ ദ feasts that are related to the birth, the life, the death and resurrection of our Lord are called മോറോനായ പെരുന്നാളുകൾ. അപ്പം എപ്പിഫാൻ അല്ലെങ്കിൽ ദനഹ പെരുന്നാളിന്റെ പ്രത്യേകത എന്താണ്? The baptism of Jesus Christ. അതാണ് നമ്മൾ ആഘോഷിക്കുന്നത്. The Lord who took flesh from Virgin Mary through Holy Spirit, who was sinless, took baptism from John the Baptist. നമുക്കറിയാം, കർത്താവിന് ആ മാമോദിസ ഏൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. യോഹന്നാന്റെ മാമോദിസയുടെ എന്തായിരുന്നു? യോഹന്നാന്റെ മാമോദിസയുടെ ഒരു തീം മാനസാന്തരപ്പെടുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതായിരുന്നു യോഹന്നാൻ. യാതൊരു ഭാവവും ഇല്ലാതെ കന്യകയിൽ നിന്ന് ജനിച്ച കർത്താവായ യേശു തമ്പുരാൻ എന്തിനാണ് മാമോദീസ യോഹന്നാനിൽ നിന്ന് ഏറ്റത്? നമ്മുടെ മാമോദീസ, നമ്മൾ അനുഷ്ഠിക്കുന്ന മാമോദീസയും യോഹന്നാന്റെ മാമോദീസയും വ്യത്യസ്തമായ മാമോദീസകളാണ്. ദൈവം മനുഷ്യനായി തീർന്നു. അവന്റെ പാഷൻ, അവന്റെ പ്രവർത്തനങ്ങളിലൊക്കെയും മനുഷ്യരോട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു വലിയ ഒരു ദൗത്യം കർത്താവിനെ സംബന്ധിച്ച് ഈ മാമോദിസ ഏൽക്കുന്നതിലൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പൊ ആദിമ സഭാ കാലം മുതൽ, പ്രത്യേകിച്ച് 4-ാം നൂറ്റാണ്ട് മുതൽ ഈ എപ്പിഫാനി അല്ലെങ്കിൽ ദനഹ പെരുന്നാൾ സഭ ആചരിച്ചു വന്നിരുന്നു. ഈ ഒരു ബാപ്റ്റിസത്തിലൂടെയാണ് കർത്താവ് തന്റെ പ്രേക്ഷിത വേല ഇനാഗുറേറ്റ് ചെയ്തത്. The inauguration of his mission and ministry in this world has been inaugurated with this baptism. മറ്റൊരു പ്രത്യേകത എന്താണ്? ഈ കർത്താവിന്റെ മാമോദീസയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴത്തേക്കിന് the Holy Trinity was revealed during the baptism. The heaven opened and the Father testified, "This is my beloved Son, in whom I am well pleased." സ്വർഗം തുറന്ന് പിതാവായ ദൈവത്തിന്റെ ശബ്ദം വരികയാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് മാമോദീസയെ കയറുമ്പോഴത്തേക്കിന് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തില് അവന്റെ മേൽ, the Holy Spirit in the form of dove descended upon Jesus Christ. ബാപ്റ്റിസം എപ്പോഴും ഒരു ബിഗിനിങ് ഓഫ് ആൻ അഡ്വഞ്ചറസ് ജേർണി. അത് നമ്മുടെ ക്രിസ്തീയ മാമോദീസ ആണെങ്കിലും
കർത്താവിന്റെ മാമോദിസായാണെങ്കിലും ഒരു അഡ്വഞ്ചറസ് ജേർണി, ഞാൻ മിനിസ്ട്രി എന്ന് പറയും, കർത്താവിന്റെ അഡ്വഞ്ചറസ് ജേർണി ദാറ്റ് ലീഡ് അപ് ടു ക്രോസ് ആൻഡ് റിസറക്ഷൻ. അത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേർണിയുടെ, ഒരു മിനിസ്ട്രിയുടെ തുടക്കമായിരുന്നു മാമോദിസ. നമ്മളെല്ലാം മാമോദിസ ഏറ്റ അത്തരത്തിലുള്ള ഒരു അഡ്വഞ്ചറസ് ക്രിസ്ത്യൻ ലൈഫിന് നമ്മൾ തയ്യാറായ ആളുകളാണ്. ഈ പല വെസ്റ്റേൺ ചർച്ചുകളും എപ്പിഫാനി എന്നുള്ള ഒരു പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് ഈ കർത്താവ് ജനിച്ചതിന് ശേഷം ഈ മഹൂഷ്യന്മാർ, മാഗീസ്, they visited Jesus Christ when, it was about when he was about 2 years old. ആ ഒരു പെരുന്നാളാണ്, അതിന്റെ ഒരു ഓർമ്മയായിട്ട് പല ചർച്ചകളും എപ്പിഫാനി പെരുന്നാളിനെ ആഘോഷിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ പേഴ്സണലി എനിക്ക് തോന്നുന്നത് ദനഹ, ഉദയം എന്നുള്ള ഒരു സുറിയാനി വാക്കിൽ നിന്ന് ദനഹ എന്ന് പറയുന്ന ആ വാക്ക് ഉദയം അല്ലെങ്കിൽ he rose, he rise, he appeared, ഇങ്ങനെയൊക്കെയുള്ളതാണ് ആ ഒരു ദനഹ എന്ന് പറയുന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ദനഹ പെരുന്നാൾ എന്ന് പറയുന്ന ആ വാക്ക് കുറച്ചും കൂടെ ശരി എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞത് 4-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ സഭയിലേക്ക് മാമോദിസ ഏറ്റ് ചേരുന്ന ആളുകൾ അവര് ഈ ദനഹ പെരുന്നാൾ ദിവസം മാമോദിസ ഏറ്റിരുന്നതായിട്ട് സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാമോദിസ ഏറ്റ് സഭയോട് ചേരുന്ന ആളുകളെല്ലാം ഒരു എൻലൈറ്റൻ ആയിട്ടുള്ള ആളുകളാണ്, അവർക്ക് വെളിച്ചം കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാളിനെ ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. നമ്മളൊക്കെയും ആ വെളിച്ചം കിട്ടിയ ആളുകളാണ്. നമ്മളൊക്കെയും മാമോദിസയിലൂടെ കർത്താവിന്റെ മകനും മകളുമായിട്ട് തീർന്നപ്പോൾ ആ എൻലൈറ്റ്മെന്റ് കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാമോദിസയെ കുറിച്ചും നമ്മുടെ വിളിയെക്കുറിച്ചും നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റിനെ കുറിച്ചും ഒക്കെ ഒരിക്കൽ കൂടെ ചിന്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ദനഹ പെരുന്നാൾ ദിവസം. ഇതിന്റെ ഒരു റെലവൻസ് എന്താണ്? What is the relevance of this festival? ഞാൻ ആദ്യം പറഞ്ഞു the Holy Trinity was revealed. നിങ്ങൾ ഇത് ഈ പ്രദക്ഷിണം പോയപ്പോഴത്തേക്കിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ബോട്ടിലുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് വെള്ളമുണ്ടായിരുന്നു. So a glass tumbler with water and a cross and that was covered. എന്തിനാണ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടൊക്കെ പോയത്? എല്ലാ വർഷവും കവർ ചെയ്തുകൊണ്ട് പിന്നെ കവർ ചെയ്തത്. The Holy Trinity was revealed. This symbolizes Holy Trinity എന്ന പിതാവ് പുത്രനും പരിശുദ്ധ റൂഹ എന്ന് പറയുന്നത് ഇന്ന് ഒരു മിസ്റ്ററിയാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്തതായിട്ടുള്ള, മനുഷ്യന്റെ ഇന്റലിജൻസ് കൊണ്ട് അവന്റെ കോംപ്രിഹെൻഷൻ കപ്പാസിറ്റികൾ കൊണ്ട് ഒരിക്കലും തിരിച്ചറിയാനായിട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒന്നാണ് പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ, പരിശുദ്ധ തൃത്വം എന്ന് പറയുന്ന ഒരു ദൈവിക ആളത്വം. അതുകൊണ്ട് തന്നെ സൃഷ്ടിയായ നമ്മൾ, സൃഷ്ടാവായ ദൈവത്തിന്റെ മിസ്റ്ററീസിനെ നമ്മൾ എന്നും ബഹുമാനിക്കുകയും അത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അളക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ആരാധനയിലൂടെ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിശ്വാസം ഓർത്തഡോക്സ് സഭകളുടെ എല്ലാം അടിസ്ഥാനം. ആ ഒരു മിസ്റ്ററിയിൽ we believe in the mystery of the Father, Son and the Holy Spirit, and we acknowledge that that cannot be comprehended with human intellect. So എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കോംപ്രിഹെൻഡ് ചെയ്യുന്നത്? We worship. നമ്മുടെ ആരാധനകളിലൂടെ നമ്മൾ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ടും നമ്മൾ ശ്രമിക്കുകയാണ്. ആ ഒരു മിസ്റ്ററിയെ സിംബലൈസ് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മൾ കുർബാനയിലാണെങ്കിലും മൂടിയിരിക്കുന്നതായിട്ട് ഇവിടെ നമ്മൾ മൂടി അതങ്ങനെ ആചരിക്കും. യോഹന്നാൻ നിന്ന് കർത്താവ് യോർദാൻ നദിയിൽ വെച്ച് സ്നാനമേൽക്കുമ്പോൾ ഈ കർത്താവ് എന്തിനാണ് ഈ ഒരു ശുശ്രൂഷയിൽ ബ്ലെസ്സിംഗ് ഓഫ് വാട്ടർ, വെള്ളവാഴ്വിന്റെ ഒരു ശുശ്രൂഷയാണ് ഈ ദനഹ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ക്രമം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്? കർത്താവ് യോർദാൻ നദിയിൽ സ്നാനമേറ്റപ്പോൾ അവൻ വെള്ളത്തെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. വെള്ളത്തെ വിശുദ്ധീകരിച്ചു. നിങ്ങൾ ആ ഒരു പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നീര് അവനിടമേകുകയാൽ അവൻ അതിനുള്ളിൽ വീശി. So water gave him space. So he blessed water. ഇനി നിങ്ങളുള്ള പ്രാർത്ഥനകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നറിയാം, വെള്ളത്തെ ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ചു. നീരുകളെയും ഉറവുകളെയും എല്ലാ ജലജാലുകളെയും കർത്താവ് അനുഗ്രഹിക്കുന്നത്.
വെള്ളം എന്ന് പറയുന്നത് ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സസ് 2 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേലെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പം ഇത് എപ്പോഴും നമ്മൾ വിൻഡ് ഫ്രം ഗോഡ് സ്വെപ്റ്റ് ഓവർ വാട്ടർ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു. വെള്ളമാണ് ജീവന്റെ ഉറവിടം. വെള്ളമാണ് ജീവന്റെ ഉറവിടം. രണ്ട് കാര്യങ്ങൾ ഇതിന്റെ ഈ ദനഹാപെരുന്നാളിന്റെ ഒരു തിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, വെള്ളം, ബിഗിനിങ് ഓഫ് ലൈഫ് ഈസ് ഫ്രം വാട്ടർ ആൻഡ് ബിഗിനിങ് ഓഫ് ഇറ്റേണൽ ലൈഫ് ഈസ് again through water, and that is through baptism. ഞാൻ പറഞ്ഞ എന്താണ്? ജീവന്റെ ഉറവിടം വെള്ളമാണ്. നിത്യജീവന്റെ ഉറവിടവും അത് തുടക്കം കുറിക്കുന്നതും ജീവൻ തുടക്കം കുറിച്ചതും വെള്ളത്തിന്മീതെ ആത്മാവ് പരിവർത്തിപ്പിച്ചുകൊണ്ടതാണ്. അതുപോലെ തന്നെ നിത്യജീവന്റെ തുടക്കവും എവിടെ നിന്നാണ്? മാമോദീസായുടെ വെള്ളത്തിൽ നിന്നും മാമോദീസ വെള്ളം മുങ്ങുന്നതിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം നമ്മളിപ്പം വായിച്ചു കേട്ടു. Those who drink of the water that I will give never be thirsty. ഇതാണ് ഈ ദനഹാ പെരുന്നാളിന്റെ എസെൻസ് അല്ലെങ്കിൽ അതിന്റെ തിയോളജിയുടെ ഒരു ടേക്ക് ഹോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പെരുന്നാളിൽ ഇങ്ങനെ സംബന്ധിച്ച് കുറച്ച് സമയം വൈകിപ്പോയല്ലോ എന്ന് നമ്മൾ വേവലാതിപ്പെട്ട് നമ്മൾ തിരിച്ചു പോവുകയുള്ളൂ. ഇനി അല്പം എൻ്റെ റിച്വൽസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. The order of blessing of water is somewhat, you can witness that it's just like Holy Qurbana. After the gospel reading, ഒരു ലിറ്റനി വായന ഉണ്ടാവും. പണ്ട് കാലത്ത് കുർബാനയും അങ്ങനെയായിരുന്നു. എങ്കിലും ശേഷം ലിറ്റനികളായിരുന്നു, ലിത്യാനകൾ വായിച്ചിരുന്നു. രണ്ട് വശത്ത് നിന്നും ശുശ്രൂഷകരും ക്ഷമാശന്മാരും വായിക്കും. ആളുകൾ ക്രിയലായി കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം ക്രിമിയോൻ സെതറ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകും. ആ ക്രിമിയോൻ സെതറ പ്രാർത്ഥനകൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ദാറ്റ്സ് ദ തിയോളജി ഓഫ് ദ ചർച്ച്. അതൊന്ന് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കുമ്പോഴത്തേക്കിന് എന്താണ് ഇതെല്ലാം, എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള മെസ്സേജസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതിനുശേഷം വിശുദ്ധ കുർബാനയിലുള്ളതുപോലെ തന്നെ ധൂപക്കുറ്റി വാഴ്വ് നടത്തും. ബ്ലെസ്സിങ് ഓഫ് ദ സെൻസർ. എഗെയിൻ എന്തിനാണ് ഇവിടെ ബ്ലെസ്സിങ് ഓഫ് സെൻസർ നടത്തുന്നത്? ഈ ബ്ലെസ്സിങ് ഓഫ് സെൻസർ നടത്തുമ്പോൾ അത് ഒരിക്കലും അത് ഈ ധൂപക്കുറ്റി വാഴ്വല്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് വാഴ്ത്തുന്നത്? ഹോളി ഈസ് ദ ഹോളി ഫാദർ, ഹോളി ഈസ് ദ ഹോളി സൺ, ഹോളി ഈസ് ദ ഹോളി സ്പിരിറ്റ്. ഇപ്പൊ എന്തിനെയാണ് നമ്മൾ വാഴ്ത്തി സ്തുതിക്കുന്നത്? പരിശുദ്ധ തൃത്വത്തെ. അതുകൊണ്ടാണ് ഈ ദനഹാ പെരുന്നാളിന്റെ ദിവസം പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയിൽ എന്ന പോലെ ഇനി നിങ്ങൾക്കത് കാണുവാനായിട്ട് സാധിക്കും. ധൂപക്കുറ്റി വാഴ്വിന്റെ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. അതിനുശേഷം വിശ്വാസ പ്രമാണം എല്ലാം വിശുദ്ധ കുർബാനയിലെ പോലെ ശുശ്രൂഷ ധൂപക്കുറ്റിയുമായി പടിഞ്ഞേറേക്ക് പോവുകയും പിന്നെ ക്രമമാണ്. അത് ഇൻവൊക്കേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനം ഒക്കെയും ഇതിനകത്തുണ്ട്. അപ്പൊ എന്തിനാണ് ഈ വെള്ളം വാഴുന്നത് എന്നുള്ളത് ആരാധന എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. This is for healing, this is for peace, this is for life, this is for purification, this is for freedom, this is for happiness. വലിയ ലിസ്റ്റാണ്. വിശുദ്ധമായ വെള്ളമാണ്. ദൈവം നീരിലേക്ക് ഇറങ്ങിയപ്പോൾ നീരിനെ വിശുദ്ധമാക്കിയ ദൈവം, തന്റെ മാമോദീസായിലൂടെ ജലത്തെ ശുദ്ധീകരിച്ച ദൈവം, സകല പ്രപഞ്ചത്തിലെ വെള്ളത്തെ മുഴുവനായിട്ട് ശുദ്ധീകരിച്ച ദൈവം, ആ വെള്ളത്തിലൂടെ തന്നെ നമുക്ക് സൗഖ്യവും സന്തോഷവും കുടുംബങ്ങളിൽ സമാധാനവും ഐശ്വര്യവും വിശുദ്ധീകരണവും എല്ലാം നൽകും. ഈ വെള്ളം കുടിച്ചാണ് നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മൾ പിരിയുന്നത്. ഈ വെള്ളം ഇതിന് ശക്തിയുള്ള വെള്ളമാണ്, ഇത് വിശുദ്ധിയുള്ള വെള്ളമാണ്, ഇത് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ തക്ക ശക്തി ഇതിന് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന വെള്ളമാണ്. പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ വെള്ളം എടുത്ത് കഴിഞ്ഞ വർഷത്തെ വെള്ളം അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. ഈ വെള്ളം പള്ളിയിൽ വെച്ചിട്ട് നമ്മൾ മറ്റു പല വെള്ളങ്ങളും ഓതി കിട്ടുന്ന സ്ഥലങ്ങളിൽ പോകുന്ന ആളുകളും കൂടെയാണ് നമ്മളെന്ന് ഓർക്കണം. അപ്പം സകല ഒരിടത്തും ഓടേണ്ട കാര്യമില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ യെരൂശലേം പുത്രിക്ക് എന്തുകൊണ്ട് സൗഖ്യം കിട്ടിയില്ല എന്ന് ചോദിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. ഒന്ന്, ജീവന്റെ ഉറവ നിലച്ചു. രണ്ട്, പൊട്ടക്കിണറുകൾ കുഴിച്ചു. ഇത് രണ്ടും നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ആളുകളാണ്. ജീവന്റെ ഉറവയെ നമ്മൾ നിലച്ചു കളയിച്ചു,
നമ്മൾ പൊട്ടക്കിണറുകൾ കുഴിച്ചുകൊണ്ട് അദൈവങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഓടുന്ന ആളുകളാണ്. ശരിയല്ലാത്ത ദൈവങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുന്ന ആളുകളാണ്. അവിടെ നിന്നൊക്കെയും തിരിച്ചു വരാം. ഇത് ജീവന്റെ ഉറവിടമാണ്, ജീവന്റെ വെള്ളമാണ്. ഇത് നമ്മുടെ സൗഖ്യത്തിനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും നമ്മുടെ ഭവനങ്ങളുടെ ഐശ്വര്യത്തിനും നമ്മുടെ കുടുംബങ്ങളുടെ സമാധാനത്തിനും നമ്മുടെ സഭയുടെയും സമൂഹത്തിൻ്റെയും നമ്മളുടെയൊക്കെയും വ്യക്തിജീവിതങ്ങളുടെയും ശുദ്ധീകരണത്തിനും നിലനിൽപ്പിനും ഐശ്വര്യത്തിനും എല്ലാം ഈ വെള്ളം കാരണമാണ്. അത് നമ്മൾ ഭവനങ്ങളിലൊക്കെയും കൊണ്ടുപോയി വിശുദ്ധമായിട്ട് ഉപയോഗിക്കുവാനായിട്ടും ഒക്കെയും ശ്രമിക്കുക. ഈ ഒരു ശുശ്രൂഷയിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തത് ലിറ്റ്നി വായിക്കുക. അതിനുശേഷമായിട്ട് നമ്മൾ വെള്ളപ്പാടിൻ്റെ ക്രമത്തിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.